ഈ ആഴ്ചയിലെ ജയിൽ നോമിനേഷൻ കുറച്ച് ട്വിസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ജയിൽ നോമിനേഷൻ ഓൾറെഡി കുറച്ച് പേരൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ആര് പോകുന്നത്. ഇന്നലെ അർദ്ധരാത്രിയിലുള്ള ഡിസ്കഷൻ നടക്കുന്നത് ആര്യനും അക്ബറും നെവിനും. അതായത് ഇപ്പോഴത്തെ നിലവിലെ ക്യാപ്റ്റന്മാർ അങ്ങോട്ട് തീരുമാനിച്ചു ആരായിരിക്കും ജയിലിൽ പോവാന്ന്. ഈ മൂന്നെണ്ണത്തിൽ ആര് പോകണം എന്ന് മാത്രം ഇനി തീരുമാനിച്ചാൽ മതി. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആട്ടോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നലെ രാത്രി ആര്യനും അക്ബറും നെവിനും കൂടി ബെഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ സംസാരിക്കുന്നുണ്ട് ആര് ജയിലിൽ പോകണമെന്ന്. മിക്കവാറും നമ്മൾ തന്നെ ആയിരിക്കും ജയിലിൽ പോവാന്ന്. ഇവർക്ക് പറയാനായിട്ട് ഒരുപാട് റീസൺ ഉണ്ട്. ബ്രഞ്ച് കൊടുക്കുന്നു, ഡിന്നർ കറക്റ്റ് സമയത്ത് കൊടുക്കുന്നില്ല, ലഞ്ച് കറക്റ്റ് സമയത്ത് കൊടുക്കുന്നില്ല. ആ റീസണൊക്കെയാണ് ഇവർ ഹൈലൈറ്റ് ചെയ്യണേ. ഇതിലവർക്ക് പരാതിയൊന്നുമില്ല കേട്ടോ. കാരണം കറക്റ്റ് സമയത്ത് ഫുഡ് കിട്ടാത്തതിൻ്റെ പേരിൽ എല്ലാവരും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ. ഇപ്പോൾ 3 ക്യാപ്റ്റന്മാർ അവർ തന്നെയാണ് സ്വയം ഞങ്ങൾ കിച്ചണിൽ കയറിക്കൊള്ളാം, വേറെ ആരും കയറണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മാറ്റി നിർത്തിയത്. ഇതിപ്പോൾ ആകെ 9 പേരുള്ളൂ. ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ അത്രയ്ക്ക് സമയമൊന്നും വേണ്ട. 26 പേര് ഉള്ളപ്പോൾ ഇവർ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പ്രോപ്പർ ടൈമിൽ. കുക്കിംഗ് അറിയുന്ന അല്ലെങ്കിൽ കിച്ചൺ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ അറിയുന്ന ഒരാൾ കിച്ചണിലില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. കിച്ചൺ ക്ലീൻ ആക്കിയൊക്കെ ഇവൻ വെക്കുന്നുണ്ട് കേട്ടോ, നല്ല ക്ലീൻ ആക്കി വെക്കുന്നുണ്ട്. ഇന്നലെ ഫുൾ അവിടെ തുടച്ച് ക്ലീനാക്കി സോപ്പ് പതിയൊക്കെ ഇട്ടിട്ട് മൊത്തം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് ബിഗ് ബോസ് എടുത്തെടുത്തത് രാത്രിയൊക്കെ കിച്ചൺ കാണിക്കുന്നുണ്ടായിരുന്നു ലൈവിൽ. കിച്ചൺ ക്ലീൻ ആയിട്ട് കാര്യമില്ലല്ലോ, കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കട്ടെ, ഫുഡ് കിട്ടണ്ടേ. ഒന്നാമത്തെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നടക്കുകയാണ്. ഇതിനിടയിൽ പ്രോപ്പർ ഫുഡും കൂടി കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും. പിന്നെ ടാസ്ക് വരുന്നുണ്ടെന്ന് ഇവർക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോപ്പർ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ട് വേണം ഒരു കിച്ചൺ ടീം എന്ന് പറയുന്ന ഒരു ആൾക്കാർ ആ അധികാരത്തിൽ ഏൽക്കാനായിട്ട്. അതില്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. അതെന്തായാലും ബാക്കി ടീമുകളൊക്കെ ഹൈലൈറ്റ് ചെയ്യും. ഫുഡ് ഉണ്ടാക്കാതെ മഴ കാണാൻ പോകുന്നു. പിന്നെ അവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ലഞ്ച് ഉണ്ടാക്കുന്ന ടൈം ആകും. ബ്രേക്ക്ഫാസ്റ്റ് തന്നെയുള്ള എന്തുണ്ടാക്കണം തീരുമാനിക്കാൻ തന്നെ. 2 ദോശ വെച്ച് മാത്രം കഴിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ 5 ദോശയൊക്കെ കഴിക്കുന്നുണ്ട്. ദോശയൊക്കെ കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട്, കൂടുതൽ ഫുഡ്. പക്ഷേ പ്രോപ്പർ ടൈമിൽ കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ജയിലിൽ ഇവരിൽ ഒരാൾ പോകും. ആര് പോകണമെന്ന് തീരുമാനിച്ചാൽ മതി. പോകട്ടെ. അനുവും അനീഷും നിന്ന് ഒരു മാറ്റിപ്പിടുത്തമൊക്കെ വേണ്ടേ? നമുക്ക് നോക്കാം ആരാ ജയിലിൽ പോവാന്ന്. എന്തായാലും രാത്രി ഭയങ്കര ഡിസ്കഷനിലായിരുന്നു ആര് പോകും എന്നുള്ളത്. നമുക്ക് നോക്കാം. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.